ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി മാനി മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. പ്രണവ് മോഹൻലാൽ നായകനായി വന്ന ഡിയാ സെറ എന്ന ചിത്രം കണ്ടതിനു ശേഷം എനിക്ക് അതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. മിക്ക പ്രേക്ഷകർക്കും സംശയമുണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് എനിക്കുള്ള ഉത്തരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്പോയിലറായി പോകേണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം തുടർന്നുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. ആദ്യം തന്നെ പ്രണവിന്റെ റോഹൻ എന്ന ക്യാരക്ടർ താമസിക്കുന്ന ആ ഒരു വീട്ടിലായി പ്രേതശല്യമുള്ളതായി കാണിക്കുകയും ആദ്യം അത് കനിയാണെന്ന് റോഹൻ കരുതുകയും എന്നാൽ പിന്നീട് കനി അല്ലായിരുന്നു, ഫിലിപ്പ് അല്ലെങ്കിൽ മനു എന്ന ക്യാരക്ടറാണെന്ന് കാണിക്കുകയും സിനിമയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ മറ്റാരോ അവിടെ ഉണ്ടായിരുന്നു എന്ന വിധത്തിൽ കാണിച്ച് അവസാനിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. സത്യത്തിൽ അവിടെ രണ്ട് ആത്മാക്കളും ഉണ്ടായിരുന്നു. കനിയുടെയും ഫിലിപ്പിന്റെയും ആത്മാക്കൾ അവിടെ ഉണ്ടായിരുന്നു. കനിയുടെ ആത്മാവ് വരുന്ന സീനുകളിൽ ഒന്നും തന്നെ അവിടെ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. പകരം അവൾ റോഹന്റെ മുടിയിൽ തഴുകുകയും അവന്റെ കൂടെ കിടക്കുകയുമെല്ലാം മാത്രമാണ് ചെയ്യുന്നത്. ഈ കനിയും റോഹനുമായി പ്രണയത്തിലായിരുന്നുവെന്നും അവർ തമ്മിൽ സെക്ഷൽ റിലേഷൻ എല്ലാം ഉണ്ടായിട്ടുണ്ടെന്നുമെല്ലാം കാണിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കനി എപ്പോഴും റോഹന്റെ അടുത്ത് വന്ന് കിടക്കുന്നതായി കാണിക്കുന്നത്. സിനിമയുടെ ഏറ്റവും ഒടുവിൽ റോഹൻ ആ ബെഡിൽ നോക്കുമ്പോൾ കനി കിടക്കുന്ന രീതിയിലാണ് ആ ബെഡ് അമങ്ങിയിരിക്കുന്നതായി കാണിക്കുന്നത്. അതിനുശേഷമാണ് ആ ബെഡ്ഷീറ്റ് എടുത്തിടുമ്പോൾ കനി എഴുന്നേറ്റിരിക്കുന്നതായി കാണുന്നത്. ആ സമയം റോഹൻ ആരെയാണ് അവിടെ കണ്ടതെന്ന് എടുത്ത് കാണിച്ചിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും അത് കനി തന്നെയാണെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഫിലിപ്പ് അവിടേക്ക് വരുന്ന സമയത്ത് വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ഫിലിപ്പ് അവിടേക്ക് വരുമ്പോൾ ആദ്യം ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതിനുശേഷം റോഹനെ ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുന്നുണ്ട്. കനി ഉപയോഗിച്ചിരുന്ന ക്ലിപ്പ് എടുത്തതുകൊണ്ടാണ് ഫിലിപ്പിന് റോഹനോട് ദേഷ്യമുണ്ടാകുന്നത്. ഫിലിപ്പിന്റെ അമ്മ പറയുന്നുണ്ട് കനിയുടെ പല സാധനങ്ങളും ഫിലിപ്പ് മരിച്ചു കിടക്കുന്ന ആ ഒരു മുറിയിലേക്ക് കൊണ്ടുവന്നിരുന്നുവെന്ന്. അതിലൂടെ കനിയുടെ എല്ലാം ഫിലിപ്പിന്റെ ആയിരുന്നുവെന്ന് അമ്മ പറയുന്നുണ്ട്. ഇങ്ങനെ കനിയുടെ എല്ലാ സാധനങ്ങളും ഫിലിപ്പിന്റെ ആയതുകൊണ്ടാണ് കനിയുടെ ക്ലിപ്പ് റോഹൻ എടുത്തതുകൊണ്ട് ഫിലിപ്പ് റോഹനെ ഉപദ്രവിക്കുന്നത്. കൂടാതെ ഇതേ ഫിലിപ്പിന്റെ ആത്മാവ് റോഹന്റെ കയ്യിൽ കടിക്കുന്ന ഒരു സീനുണ്ട്. ആ സമയം ഈ റോഹൻ അല്ലെങ്കിൽ പ്രണവ് ഒരു ഇടംകൈയനായതുകൊണ്ട് ആ ഒരു ക്ലിപ്പ് എടുക്കുന്നത് ഇടത് കൈ കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു കൈയിൽ തന്നെ ഫിലിപ്പിന്റെ ആത്മാവ് ഒന്ന് കടിക്കുന്നതായി കാണിച്ചത്. എന്നാൽ ക്ലിപ്പ് തിരിച്ചു വെച്ചതിന് ശേഷം റോഹൻ ആ ക്ലിപ്പ് കൊണ്ട് തിരിച്ചു വെച്ചതിന് ശേഷം ഫിലിപ്പിന്റെ ആത്മാവ് ഒരിക്കൽ പോലും റോഹനെ ഉപദ്രവിക്കുന്നേയില്ല. അതിനുശേഷം ആ വീട്ടിൽ ഉണ്ടായിരുന്നത് കനിയുടെ ആത്മാവ് മാത്രമായിരുന്നു. സിനിമയുടെ അവസാന ഭാഗത്ത് അത് എടുത്ത് കാണിക്കുന്നുമുണ്ട്. പിന്നീട് അങ്ങോട്ട് റോഹൻ മരണപ്പെടുന്നത് വരെ തീർച്ചയായിട്ടും കനിയുടെ ആത്മാവ് റോഹന്റെ കൂടെ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയുള്ളത്. ഈ ക്ലിപ്പ് റോഹൻ കൊണ്ട് തിരിച്ചു വെച്ചതിന് ശേഷം ഫിലിപ്പിന്റെ ആത്മാവ് ഒരിക്കലും റോഹനെ ഉപദ്രവിക്കുന്നില്ല. എന്നാൽ ആ ഒരു പോറ്റിയുടെ ക്യാരക്ടറിനെ കൊല്ലാൻ ശ്രമിക്കുന്നതായി കാണാം. ഇതിന് കാരണം പോറ്റിയുടെ ആ ഒരു ക്യാരക്ടറിന് ഒരു പക്ഷേ ഫിലിപ്പിന്റെ ആത്മാവിനെ തളയ്ക്കാനോ ഒഴിവാക്കാനോ കഴിയുമെന്ന് ഫിലിപ്പിന് അറിയാവുന്നത് കൊണ്ടാണ് അയാളെ കൊല്ലാനായി നോക്കിയത്. അതിനുശേഷം അയാൾ പുറത്തു വന്നുകൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഉപ്പ് വിതർന്നതായും ദേഹത്ത് ഉപ്പിടുന്നതായും കാണിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെയുള്ള മന്ത്രവാദ കർമ്മങ്ങളും മറ്റും നടത്തുമ്പോൾ ഉപ്പുകൊണ്ട് ബോർഡർ വരയ്ക്കുകയാണെങ്കിൽ അതിനുള്ളിലേക്ക് ദുഷ്ടശക്തികൾക്ക് കടക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസമുണ്ട്. ഈ ഉപ്പ് എന്ന് പറയുന്നത് ശുദ്ധീകരിക്കുന്ന ഒരു വസ്തുവാണ്. അശുദ്ധമായിട്ടുള്ള എല്ലാത്തിനെയും തടയുന്നതായിട്ടാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് പോറ്റി ഫിലിപ്പിനെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഫിലിപ്പിനെ അവിടെ നിന്നും ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപ്പ് ശരീരത്തും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വിതർന്നതായി കാണിച്ചത്. മൂന്നാമത്തത് കനിയുടേത് സത്യത്തിൽ ആത്മഹത്യയാണോ അതോ ഒരു കൊലപാതകമാണോ? അതായത് പലർക്കും ഫിലിപ്പ് തന്നെയാണോ ഇനി കനിയെ കൊന്ന് അവളെ കൂടെ കൂട്ടാൻ ശ്രമിച്ചത് എന്നൊരു സംശയമുണ്ടാകാം. എന്നാൽ ഒരിക്കലും അങ്ങനെ വരികയില്ല. കാരണം ഈ ഫിലിപ്പ് മരണപ്പെട്ടിട്ട് കുറെ നാളായിരിക്കുന്നു. ഫിലിപ്പിന്റെ ബോഡി ഒരുപാട് ദ്രവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഫിലിപ്പിന് വേണമെങ്കിൽ കനിയെ താൻ മരണപ്പെട്ടതിന് ശേഷം ഏത് നിമിഷം വേണമെങ്കിലും കൊല്ലാമായിരുന്നു. എന്നാൽ ഫിലിപ്പ് ഒരിക്കലും അവളെ ഉപദ്രവിച്ചിട്ടേയില്ല. കൂടാതെ ഫിലിപ്പ് മരണപ്പെട്ടതിന് ശേഷം ഫിലിപ്പിന്റെ ആത്മാവിന് കനിയും റോഹനുമായിട്ടുള്ള അടുപ്പത്തെക്കുറിച്ചും കനി റോഹൻ അയച്ചിട്ടുള്ള മെസ്സേജിനെ കുറിച്ചുമെല്ലാം ഫിലിപ്പിന്റെ ആത്മാവിന് കാണാൻ സാധിക്കുന്നതാണ്. എന്നിട്ട് പോലും അവളെ ഫിലിപ്പ് ഇത്ര നാളും ഒന്നും ചെയ്തതായിട്ടേ കാണിച്ചിട്ടില്ല. അതിലൂടെ ഒരിക്കലും ഫിലിപ്പ് കനിയെ കൊല്ലില്ല എന്ന് ഉറപ്പിക്കാം. ഇനി ഒരു പക്ഷേ ഇതേപോലെ കനിയുടെ സഹോദരനായിട്ടുള്ള കിരൺ കനിയെ കൊന്നതാണോ എന്നൊരു സംശയവും പലർക്കും ഉണ്ടാകാം. അതായത് ഈ കിരണിന് കനിയെ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുപോലെ ചില സമയങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. കൂടാതെ കിരണാണ് ആദ്യമായി കനി മരണപ്പെട്ട് കിടക്കുന്നത് കണ്ടതെന്നും പറയുന്നുണ്ട്. അതേപോലെ ഈ കിരണിന് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉള്ളതായും മദ്യപാനവും പുകവലിയുമെല്ലാം നടത്തിയിരുന്നതായും കാണിക്കുന്നുണ്ട്. കിരണിന്റെ ഇത്തരം ദുശീലങ്ങൾ കനി കണ്ടതുകൊണ്ട് ആ ദേഷ്യത്തിൽ കിരൺ കനിയെ കൊന്നതാണോ എന്നൊരു സംശയം ഉണ്ടാകാം. എന്നാൽ അതിനും സാധ്യതയില്ല. കാരണം കിരണാണ് കനിയെ കൊല്ലാൻ നോക്കിയതെങ്കിൽ തീർച്ചയായിട്ടും അന്നേ ദിവസം തന്നെ ഫിലിപ്പിന്റെ ആത്മാവ് വന്നുകൊണ്ട് കിരണിനെ കൊന്നേനെ. ഇതേപോലെ റോഹൻ എന്ന ക്യാരക്ടറും കനിയെ കൊന്നതാണെന്ന് കരുതാൻ സാധിക്കുകയില്ല. റോഹൻ തന്നെ കനിയെ കൊന്നിട്ട് അതൊന്നും അറിയാത്തതുപോലെ അവിടേക്ക് വന്നതാണോ എന്നൊന്നും കരുതാൻ പറ്റില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിലും ഫിലിപ്പിന്റെ ആത്മാവ് വന്നുകൊണ്ട് റോഹനെയും കൊന്നേനെ.
ഇതുകൊണ്ടെല്ലാം തന്നെ തീർച്ചയായിട്ടും കനിയുടേത് ഒരു ആത്മഹത്യ തന്നെയാണെന്ന് ഉറപ്പിക്കാം. റോഹൻ തന്നെ ഒഴിവാക്കിയതുകൊണ്ട്, സ്നേഹിച്ച് തന്നെ വഞ്ചിച്ചതുകൊണ്ട്, തന്റെ കോളുകളും മെസ്സേജുകളുമെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആ വിഷമത്തിലാണ് തീർച്ചയായിട്ടും കനി ആത്മഹത്യ ചെയ്തത്. ഇനി മറ്റൊന്ന്, കിരണിനെ ഫിലിപ്പിന്റെ ആത്മാവ് കൊല്ലാൻ നോക്കുന്ന ഒരു സീനുണ്ട്. ഈ സമയം ഫിലിപ്പ് കിരണിനെ ഇങ്ങനെ കൊല്ലാനായി നോക്കിയത്, കിരൺ ആ 16 അടിയന്തരത്തിന്റെ ചടങ്ങുകൾ നടത്തി കനിയുടെ ആത്മാവിനെ മോക്ഷം കൊടുത്ത് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ നോക്കിയത് കൊണ്ടല്ല, പകരം കനിയെ മോശമായി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. കാരണം ആ ഒരു ചടങ്ങ് നടത്തിയതിന്റെ ദേഷ്യത്തിലാണ് ഫിലിപ്പ് കിരണിനെ ഉപദ്രവിച്ചതെന്ന് കരുതുകയാണെങ്കിൽ, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആ ചടങ്ങ് നടക്കുന്നതിന്റെ തലേ ദിവസം തന്നെ ഫിലിപ്പിനെ കിരണിനെ ഉപദ്രവിച്ചാൽ മതിയായിരുന്നു. ആ ചടങ്ങ് നടത്താനാകാത്ത വിധത്തിൽ കിരണിനെ ഉപദ്രവിച്ച് വീഴ്ത്തിയാൽ മതിയായിരുന്നു. എന്നാൽ അങ്ങനെയല്ല. ആ ചടങ്ങെല്ലാം നടത്തിയതിനു ശേഷം കിരൺ ആ ചടങ്ങ് നടത്തിയതിന്റെ സന്തോഷത്തിൽ റോഹൻ അവനെ വിളിച്ച് മദ്യമെല്ലാം കൊടുക്കുന്ന സമയത്ത് കിരൺ കനിയെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുമ്പോൾ, ആ നശിച്ചവൾ കിണറ്റിൽ ചാടി ചത്തതിന് ഞാൻ എന്തെടുക്കാനാ എന്നെല്ലാം മോശമായി പറയുമ്പോഴാണ് ഫിലിപ്പ് അവനെ തള്ളിയിട്ട് കൊല്ലാനായി ശ്രമിക്കുന്നത്. അതും കൊല്ലാൻ നോക്കിയത് തന്നെ കനി ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് ചാടി കിണറ്റിൽ ചാടി മരിച്ചതുപോലെ തന്നെ ഇവനെയും ഉയരത്തിൽ നിന്ന് തള്ളിയിട്ടാണ് ഫിലിപ്പ് കൊല്ലാൻ ശ്രമിച്ചത്. അതായത് കനി കിണറ്റിൽ ചാടി ചത്തതിന് തനിക്കെന്താ എന്ന് ചോദിച്ചപ്പോൾ ആ ദേഷ്യത്തിനാണ് ഇവനെയും ഉയരത്തിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാനായി ഫിലിപ്പ് നോക്കിയത്. കൂടാതെ ആ സീനിൽ കിരൺ കനിയെക്കുറിച്ച് മോശമായെല്ലാം പറയുന്നത് കൊണ്ട് അവന്റെ പല്ലുകളെല്ലാം കൊഴിച്ചു കളയുന്ന അവസ്ഥയിലും, കൂടാതെ ഈ കിരണിന്റെ വീട്ടിലേക്ക് റോഹൻ വരുന്ന സമയത്ത് കിരൺ കനിയുടെ മരണത്തിൽ വിഷമമൊന്നുമില്ല എന്നുള്ള രീതിയിൽ ഫുട്ബോളെല്ലാം കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടും അവന്റെ ഫുട്ബോൾ കളിക്കുന്ന 2 കാലുകളും ഒടിക്കുന്ന അവസ്ഥയിലുമാണ് ഫിലിപ്പ് ഈ കിരണിനെ കൊണ്ട് എത്തിക്കുന്നതെന്നും കാണാം. അങ്ങനെ കനിയുടെ മരണത്തെക്കുറിച്ച് മോശമായി പറഞ്ഞതുകൊണ്ടും അവളുടെ മരണത്തെക്കുറിച്ച് നിസാരമായി കണ്ടതുകൊണ്ടുമെല്ലാമാകാം ഫിലിപ്പ് കിരണിനെ അതേ രീതിയിലെല്ലാം തന്നെ ക്രൂരമായി കൊല്ലാനായി ശ്രമിച്ചത്. ഇനി മറ്റൊന്ന്, സിനിമയുടെ തുടക്കത്തിൽ പോറ്റിയുടെ അമ്മ പോറ്റിയോട് പറയുന്നുണ്ട്, നീ കണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നിനക്ക് ആ പെൺകുട്ടിയെക്കുറിച്ച് തോന്നിയ കാര്യങ്ങൾ ആ വീട്ടുകാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പെൺകുട്ടി രക്ഷപ്പെടില്ലായിരുന്നു എന്ന്. സോ അതെന്താണ് കണ്ടതെന്നൊന്നും വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഈ പോറ്റി എന്ന ക്യാരക്ടറിന് ചില സൂചനകളെല്ലാം പലപ്പോഴും കിട്ടുന്നതായി കാണിക്കുന്നുണ്ട്. മോശം കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നതിന് മുന്നോടിയായി ചില ദുസ്സൂചനകളെല്ലാം അയാൾക്ക് കിട്ടുന്നത് പോലെ കാണിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിൽ കനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള സൂചനകൾ ഇയാൾക്ക് പലപ്പോഴായി കിട്ടിയിരുന്നിരിക്കാം. ഈ കാര്യം ഇയാൾ അമ്മയോട് വന്ന് പറഞ്ഞിട്ടുമുണ്ടാകാം. സോ ഇതായിരിക്കാം അമ്മ അവിടെ പറഞ്ഞത്, അത്തരം കാര്യങ്ങൾ നീ ആ വീട്ടുകാരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു എന്ന്. മറ്റൊന്ന്, കനിയുടെ കൂടെ ഡാൻസ് പഠിക്കുന്ന പെൺകുട്ടിയെ റോഹനും പോറ്റിയും കാണാൻ വരുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഒരാൾ തങ്ങളെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന സ്ഥലത്ത് വെച്ചും തങ്ങളുടെ ആ ഒരു പഠന സ്ഥലത്തിന്റെ മുന്നിൽ വന്നതെന്നും നോക്കിയെന്നും അത് കനിയാണെന്ന് അറിഞ്ഞപ്പോൾ അതിനെതിരെ കംപ്ലൈന്റ് കൊടുക്കാമെന്ന് താൻ പറഞ്ഞു. പക്ഷേ കനി അതിന് സമ്മതിച്ചില്ല എന്ന്. സോ ആ സമയം അത് ആരാണെന്നൊന്നും കാണിച്ചിട്ടില്ലെങ്കിലും പിന്നീട് അത് ഫിലിപ്പായിരുന്നുവെന്നും ഈ ഫിലിപ്പ് കനിയുടെ അയൽവാസിയായിരുന്നുവെന്നും മനസ്സിലായതിനു ശേഷം ഫിലിപ്പ് അയൽവാസി ആയതുകൊണ്ടും അവന് അസുഖമുണ്ടായിരുന്നത് കൊണ്ടുമാണ് തീർച്ചയായിട്ടും കനി അതത്ര കാര്യമാക്കേണ്ടതില്ലെന്നും കംപ്ലൈന്റ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞതെന്നും മനസ്സിലാക്കാം. ഭൂതകാലം എന്ന ചിത്രത്തിലെ സൈജു കുറുപ്പിന്റെ ജോർജ് എന്ന ക്യാരക്ടർ ഇങ്ങോട്ടേക്ക് വരുന്നതായി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം പോറ്റിയെ വന്ന് കാണുന്നതായും ആ ഒരു വീടിനെ കുറിച്ച് പറയുകയും അവിടെ വന്നൊന്ന് നോക്കണമെന്നെല്ലാം പറയുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി ഇതിന്റെ തുടർച്ചയായ ഒരു ചിത്രം വരികയാണെങ്കിൽ ഭൂതകാലത്തിലെ ആ ഒരു വീട്ടിലേക്ക് ഷൈനികവും രേവതിയും അല്ലാതെ മറ്റേതെങ്കിലും ഒരു കുടുംബം വരികയും അവരെ സഹായിക്കുന്ന രീതിയിൽ പോറ്റിയെന്ന ഈ ഒരു ക്യാരക്ടർ അങ്ങോട്ടേക്ക് വരാനും സാധ്യതയുണ്ട്. കൂടാതെ ഈ ചിത്രത്തെ ഭൂതകാലം സിനിമയുമായി കണക്ട് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ തോന്നിയൊരു കാര്യമാണ്, അതായത് ഈ ചിത്രത്തിൽ ജിബിൻ ഗോപിനാഥ് അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടറിന് പോറ്റി എന്ന പേര് കൊടുത്തത് ഒരുപക്ഷെ ഈ ചിത്രങ്ങളുടെ സംവിധായകനായിട്ടുള്ള രാഹുൽ സദാശിവൻ തന്നെ മുന്നേ സംവിധാനം ചെയ്തിട്ടുള്ള ഭ്രമയുഗം എന്ന ചിത്രത്തിലെ കൊടുമൻ പോറ്റി എന്ന ക്യാരക്ടറിന് ഒരു റെഫറൻസ് കൊടുക്കാനായിരിക്കാം. അല്ലെങ്കിൽ കൊടുമൻ പോറ്റിയുടെ കഥ കാണിച്ചത് നൂറ്റാണ്ടുകൾക്ക് മുന്നെയാണ്. സോ ആ ഒരു കുടുംബത്തിലെ പരമ്പരയിൽ വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു അംഗമായിട്ടായിരിക്കാം ഈ ചിത്രത്തിലെ ഈ പോറ്റി എന്ന ക്യാരക്ടറിനെ രാഹുൽ സദാശിവൻ ഉദ്ദേശിച്ചത്. കൂടാതെ ഭൂതകാലം എന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ആ ഒരു ചിത്രത്തിൽ പ്രേതമൊന്നുമില്ല, പകരം അത് ഷൈന്റെയും രേവതിയുടെയും ക്യാരക്ടറുകളുടെ തോന്നലുകൾ മാത്രമാണ്, മാനസിക പ്രശ്നങ്ങൾ മാത്രമാണ് എന്നുള്ള രീതിയിൽ പലരും പറഞ്ഞിരുന്നു. സോ ആ സമയം ഞാനൊരു വീഡിയോയിലൂടെ അതങ്ങനെയല്ല, കൃത്യമായി അത് പ്രേതം തന്നെയാണ്, അവിടെ ആത്മാക്കളുടെ ശല്യമുണ്ട് എന്നെല്ലാം പറഞ്ഞിരുന്നു. സോ ആ ഒരു കാര്യം വ്യക്തമാക്കുന്നത് പോലെയാണ് ഈ ഒരു സിനിമയുടെ അവസാന ഭാഗത്ത് സൈജു കുറുപ്പിന്റെ ക്യാരക്ടർ വന്നുകൊണ്ട് ആ വീട്ടിൽ പ്രേതശല്യം തന്നെയായിരുന്നുവെന്ന് ഉറപ്പിച്ച് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയും കാര്യങ്ങളെല്ലാമാണ് എനിക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്താണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ഈ ചിത്രത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമന്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.